ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഡേ മൈ ലൈഫാണ് കേട്ടോ. ഇതെന്താ കുഞ്ഞു ഡേ മൈ ലൈഫ് എന്ന് ചോദിച്ചാൽ ഒരുപാട് വലിയ വീഡിയോ ഇട്ടാലും ആരും കാണാറൊന്നുമില്ല. ഞാൻ ഇന്നലെ 2 ദിവസം മുന്നേ ഒരു 10-12 മിനിറ്റത്തെ ഒരു വീഡിയോ ഇട്ടു. പക്ഷേ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്ടായിട്ടുള്ള വീഡിയോ ഇടാം, ആരെങ്കിലും ഒന്ന് കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ നെറ്റൊക്കെ കളഞ്ഞ് ഇത്രയും സമയം എഡിറ്റ് ചെയ്യാനെടുത്ത് അല്ലേ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണല്ലോ. അത് പോട്ടെ. പിന്നെ അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡും കുഞ്ഞും പോയി. ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ട്, മോൻ സ്കൂളിൽ പോയി, മോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്കൊക്കെ ചെയ്യാറുണ്ട്. റെക്കോർഡ് ഫുള്ള് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഷാർട്ട് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഹസ്ബൻഡിനെ വിട്ടിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഗോതമ്പ് ദോശയും സാമ്പാറും നല്ല മീൻകറിയായിരുന്നു കേട്ടോ. എനിക്ക് സാധാരണ ഈ ഗോതമ്പ് ദോശ അത്ര വലിയ ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല, പക്ഷേ മീൻകറി ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ കഴിക്കും കേട്ടോ. ഇനി ഈ ഗോതമ്പ് ദോശയുടെ കൂടെ ഒന്നെങ്കിൽ സാമ്പാർ മീൻകറി അല്ലെങ്കിൽ ചമ്മന്തി മീൻകറി, അതാണ് എൻ്റെ കോംബോ. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ല സൂപ്പറായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കും, നല്ല മൊരിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല ചൂടോടെ ആ ഗോതമ്പ് ദോശ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ ഗോതമ്പ് ദോശ ഭയങ്കര ശോകമാണ് കേട്ടോ. ഞാൻ ധൃതിക്ക് വേവിച്ചെടുക്കും എന്നുള്ളതല്ലാതെ തിരിച്ചും മറിച്ചു വിട്ട് എണ്ണയൊക്കെ കോരി ഒഴിച്ച് മൊരിക്കാനെന്നുള്ള സമയമൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യും. അപ്പോൾ ഈ ആണുങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലപ്പോൾ നമ്മൾ ഇടുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അവർ അതിനകത്ത് ഇടണം നിർബന്ധമില്ല, പക്ഷെ എന്നൊക്കെ കാട്ടിക്കൂട്ടിയാലും ഫൈനൽ റിസൾട്ട് പൊളിയായിരിക്കും. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഹസ്ബൻഡാണ്, എൻ്റെ ബ്രദർ, എൻ്റെ പപ്പ ഫുഡ് ഉണ്ടാക്കി ഞാനങ്ങനെ കഴിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡും ബ്രദറും എന്ത് സാധനത്ത് ചുമ്മാതെ കൈവച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്നും എല്ലാ ജെൻസും അങ്ങനെയാണെന്ന് തോന്നുന്നു. കുക്കിങ് ഈ ആണുങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്, പക്ഷേ അടുക്കള വൃത്തികേടാവും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പം കുറച്ച് ക്ലീനിങ് പരിപാടികൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, എനിക്ക് വൈറ്റമിൻ ഡി ഒരുപാട് കൂടുതലായതുകൊണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു 1/4 മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളണമെന്ന്. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് ഞാൻ കുറച്ച് നേരം വെയിൽ കൊള്ളാൻ പോകും. അപ്പം നമുക്ക് രാവിലെ തുണി മുകളിൽ നോത്തിടണം, കാരണം നമുക്ക് താഴെ എങ്ങും സ്പേസ് ഇല്ല കേട്ടോ ഈ തുണിയൊന്നും ഇടാൻ വേണ്ടിയിട്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ നമുക്ക്, പക്ഷേ ഈ മരങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, വെയിൽ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ മുകളിൽ വീടിന് ടെറസിന് മുകളിൽ കേട്ടോ നമ്മൾ ഇത് ഇടുന്നത് കേട്ടോ, തുണി ഇടുന്നത്. അപ്പോൾ തുണിയൊക്കെ ഇട്ടിട്ട് പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അവിടെ നിന്ന് വെയിൽ കൊള്ളും. അപ്പം അതിന് ശേഷം പിന്നെ താഴോട്ടിറങ്ങി വരത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി വെയിൽ കൊള്ളാൻ പോകാം. ഓക്കെ, എടുത്തിട്ട് നമുക്ക് മുകളിൽ കൊണ്ട് നൂത്തിടാം. അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്തുകൊണ്ട് ടെറസിൻ്റെ മുകളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതേ അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ നിറച്ച് കൊന്നപ്പൂവായിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഫുള്ള് കൊന്നപ്പൂവാണ് കേട്ടോ. അത്ര ക്ലിയർ അല്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പോഴതുണ്ട് 2 ഫോറിനേഴ്സ് ഉണ്ട്, സൈക്കിൾ ഓട്ടി പോകുന്നു കേട്ടോ. അവരാണെങ്കിൽ വിയർത്ത് കുളിച്ചിരിക്കുക, എന്തൊക്കെയോ ബാഗൊക്കെ ഉണ്ട് കയ്യിൽ. ആദ്യമായിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കാണുന്നത്. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ റോഡിൽ കൂടെ ഒക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് തുണിയൊക്കെ നോത്തിട്ടു. പിന്നെ ഞാൻ വെയിൽ കൊള്ളാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഭയങ്കര ചൂടായിട്ടില്ല, എന്നാലും ചെറിയൊരു വെയിലായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ വെയിൽ കൊള്ളുവാണ്. നല്ല വെയിലൊക്കെ കൊണ്ട് കേട്ടോ. അപ്പോൾ സൂര്യൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 10-20 മിനിറ്റ് കൂടുതൽ ഞാൻ വെയിൽ കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോവാം. വെയിലൊക്കെ കൊള്ളാൻ പോയിട്ട് വന്നിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല എനിക്ക് റെക്കോർഡ് എഴുതാറുണ്ട്. ടീച്ചിങ് ട്രെയിനിങ്ങിൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞു. അപ്പോൾ റെക്കോർഡുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ റെക്കോർഡ് കേട്ടോ, സീഡിൻ്റെ റെക്കോർഡാണിത് കേട്ടോ. ഞാൻ കുറേ എഴുതി കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സംഭവം എല്ലാം കഴിഞ്ഞു. ഇനി ഇതിനകത്ത് 2 വർക്ക് കൂടെ ചെയ്യാറുണ്ട്. ഫസ്റ്റ് വന്നിട്ട് ഇനി ഇതൊക്കെ ഫില്ല് ചെയ്യാറുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ പോർഷൻസ് ഒക്കെ ഫില്ല് ചെയ്യാറുണ്ട്. പിന്നെ ഈ ടേബിൾ ഓഫ് കണ്ടന്റ് എഴുതാറുണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷനും അക്നോളജ്മെൻറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എഴുതാൻ. പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയൊരു ടാസ്ക് ഇതാണ്. കണ്ടേ, ഇതിനകത്തൊരു ഇത്രയും കുറേ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ആനുവൽ പ്ലാൻ എന്ന് പറയും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറേ പ്ലാൻ തയ്യാറാക്കും. നമ്മൾ മോണ്ടിസോറിയിൽ അങ്ങനെ കേട്ടോ, കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്ലാനിങ് വേണം, ലെസൺ പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ച് നമ്മളൊരു ക്ലാസ് എടുക്കും. അതിനുശേഷം നമ്മൾ പോസ്റ്റ് ക്ലാസ് റിപ്പോർട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ലെസൺ പ്ലാൻ 1 ഇയറിലേക്കുള്ള 1 വർഷം. അപ്പം
ഓരോ മാസം ജൂൺ മുതൽ മാർച്ച് വരെയുള്ള പോർഷൻസ് കവർ ചെയ്യുന്ന പോർഷൻസും അതിനനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെയാണ് കേട്ടോ ഈ പേപ്പറിൽ. അപ്പോൾ ഈ പേപ്പറിലുള്ളത് നമ്മൾ വലിയൊരു ചാർട്ട് പേപ്പറിലാക്കണം. ആ ചാർട്ട് പേപ്പർ നമ്മൾ ഈ റെക്കോർഡിൽ ഒട്ടിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പം പിള്ളേരൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. അപ്പം നമ്മൾ ആ പരിപാടിയിലോട്ട് പോകും. അപ്പം ഇതിനകത്ത് എഴുതാനുള്ള ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ പിന്നെ എഴുതുന്നുള്ളൂ. ഫസ്റ്റ് ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതൊന്ന് സെറ്റാക്കി. ഇപ്പം ഞാൻ ഓൾറെഡി 2-3 ദിവസം മുന്നേ ലൈൻസ് ഒക്കെ ഇട്ട് വെച്ചേക്കോ. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മാത്രം മതി. ഹെഡിങ് ഒക്കെ കൊടുക്കണം. അപ്പോൾ അതാണ് കേട്ടോ ഇനിയുള്ള പരിപാടികൾ. ശരിക്കും പറഞ്ഞാൽ ഈ ഓൺലൈൻ ടീച്ചിങ് കോഴ്സ് കുറച്ചും കൂടെ സിമ്പിളായിരിക്കും, എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻട്രിയുടെ ഈ ഒരു മോണ്ടിസോറി കോഴ്സിന് ചേർന്നത് കേട്ടോ. പക്ഷേ കുറച്ച് ടഫാണ് പഠിക്കാൻ. ഇൻട്രസ്റ്റ് ആണ്, എന്താ പറയുക, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കുറച്ചും കൂടെ താല്പര്യം കാണുമല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. എനിക്ക് പിന്നെ കലാബോധവും കഴിവുബോധവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ വരയ്ക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര സീനാണ്. എന്നാലും ഓക്കെ, എനിക്ക് ഈ ഒരു ഫീൽഡിനോട്, ടീച്ചിങ് ഫീൽഡിനോട് എനിക്ക് ഭയങ്കര താല്പര്യം കേട്ടോ. കുഞ്ഞിലേ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആരാവണമെന്ന് ചോദിച്ചാൽ ടീച്ചർ ആവണമെന്ന് പറയും. അതുകൊണ്ടാണ് MCOM വരെ പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്തായാലും എന്നോട് MCOM പഠിച്ചിട്ട് എന്തിനാ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലോട്ട് പോയത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ ക്ലാസ്സുകൾ നോക്കിക്കൂടെ. അതൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളോ ഇതൊക്കെ നോക്കി സിറ്റുവേഷനൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എന്തായാലും ടീച്ചറായാൽ മതിയല്ലോ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന രസമല്ലേ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു എന്താ പറയുന്നത് ഈ മോണ്ടിസോറിയിലോട്ട് വന്നത് കേട്ടോ. അപ്പം നമുക്കിനി പരിപാടികളിലേക്ക് പോകാമേ. ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എഴുതി തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോട് വർത്താനം പറഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു നെല്ലിക്ക കഴിക്കാമെന്ന്. നോക്കിയേ, ഇതെന്താ ഈ നെല്ലിക്ക ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ ചോദിക്കരുത് കേട്ടോ. അപ്പം ഇത് വീണ് ചതഞ്ഞപ്പം ഇങ്ങനെ കുറച്ച് കറുത്ത പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ് കേട്ടോ. ചില സമയങ്ങളിലേ എൻ്റെ ഭർത്താവ് അല്ലാണ്ട് അങ്ങോട്ട് ഹെൽത്ത് കോൺഷ്യസ് ആവും. അപ്പം കണ്ട പച്ചക്കറി കടയിലുള്ള നെല്ലിക്കയും ക്യാരറ്റും കണ്ട കടച്ചാണ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും. മുടി വളരണം, പിന്നെ കണ്ണിന് കാഴ്ച കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ട് വന്ന ഈ നെല്ലിക്ക ഫസ്റ്റ് കുറച്ച് ദിവസം എന്നോട് പറഞ്ഞു ജ്യൂസ് കുടി, ഞാനങ്ങ് എന്നും അങ്ങ് ജ്യൂസ് കുടിക്കാം. ഒറ്റ ദിവസം ആയപ്പോഴത്തേക്ക് സംഭവം ക്ലീൻ. അത് കഴിഞ്ഞു, ജ്യൂസ് കൂടി കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഞാൻ വിചാരിച്ചിങ്ങനെ ഉപ്പിലിടാം. അപ്പോൾ ഉപ്പിലിടുമ്പം കുറച്ച് സോഫ്റ്റായി പുളിയൊക്കെ ഒന്ന് മാറി നല്ല ടേസ്റ്റിലാണ് കഴിക്കാൻ. അപ്പോൾ ഇത് കഴിക്കും കേട്ടോ. അപ്പം ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡിൻ്റെ കൂടെ ഒരെണ്ണം കൊടുത്തു വിടും, അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ ഇങ്ങനെ എടുത്ത് കഴിക്കും. പിന്നെ എൻ്റെ ജോഷമോ തൊടത്തില്ല ഇങ്ങനത്തെ സാധനം, പുളിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് നമുക്ക് വേഗം പരിപാടിയിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ അംഗം തുടങ്ങാൻ പോവുകയാണ്. ഇത് ചാർട്ട് പേപ്പറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ലൈൻസൊക്കെ ഞാനിട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. ഓക്കെ, ഉണ്ടോ? ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മൊബൈൽ ഹോൾഡർ, അല്ലെങ്കിൽ എന്താ പറയുന്നത് എൻ്റെ ട്രൈപോഡ്. എൻ്റെ ട്രൈപോഡ് ഒരെണ്ണമുള്ളത് എൻ്റെ അപ്പൂസ് അടിച്ചു പിടിച്ച് കളഞ്ഞു കേട്ടോ. അപ്പം തക്കാലത്തേക്ക് ഞാനിപ്പം മുളകുപൊടി പാട്ടയും മല്ലിപ്പൊടി ടിന്നും എന്താ പറയുന്നത് കപ്പലിൻ്റെ ടിന്നൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ട്രൈപോഡ്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പേപ്പറിൽ കണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ചാർട്ടിനകത്താക്കാം. അപ്പോൾ ഹെഡിങ് ഒക്കെ ഞാൻ ലാസ്റ്റ് എഴുതത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് കാണാം. അപ്പം നമ്മൾ അംഗം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് മുടിയൊക്കെ കെട്ടി വെക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ എഴുതുന്നത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ നമ്മളൊരു ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതാൻ ഭയങ്കര ഉത്സാഹമുള്ളവരായിരിക്കണം എന്ന് ഞാൻ ഇതിലൂടെ പഠിച്ചു. അപ്പം ഞാൻ നമ്മുടെ 3 രൂപയുടെ പേന അല്ല കേട്ടോ, ഇപ്പോൾ ഇതിന് 5 രൂപയാവല്ലോ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം 3 രൂപയ്ക്കും 2 രൂപയ്ക്കും 1 രൂപയ്ക്കൊക്കെ ഈ ഒരു പേന കിട്ടും. 1 രൂപയ്ക്ക് ട്യൂബ് പോലെ ഇരിക്കുന്നതിൻ്റെ കിട്ടും. നല്ല മണം അതിന്. എൻ്റെ അമ്മ എന്തോ മണം, എനിക്കിപ്പോഴും ഇതിങ്ങനെ ഓർമ്മ വരുന്നു. പക്ഷേ ഇതിനങ്ങനെ മണമൊന്നുമില്ല. പക്ഷേ ഈ പേനയ്ക്ക് 5 രൂപയാണ് കേട്ടോ. പക്ഷേ എഴുതാൻ നല്ല സുഖമാണ്. പിന്നെ ഒരു പ്രശ്നം, ചില സമയത്ത് ഈ മഷി ഓവറായിട്ട് ഇതിനകത്ത് വരും. അങ്ങനെ എനിക്ക് ഒത്തിരി പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പേന നമ്മൾ എഴുതുന്ന കൂട്ടി നമ്മുടെ കയ്യിലൊക്കെ മഷിയായിട്ട് നമ്മൾ അടുത്ത പേജിൽ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ ആവും. അതൊരു ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഈ ഒരു പേനയ്ക്ക്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ് ഇതുകൊണ്ട് എഴുതാൻ, സോഫ്റ്റാണ്. അപ്പം നമുക്ക് എഴുതി തുടങ്ങാം. ഫസ്റ്റ് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ. ഇത് ഇംഗ്ലീഷിനുള്ള ആനുവൽ പ്ലാനാണ്. അപ്പോൾ അത് നമുക്ക് എഴുതാം. ഞാൻ എഴുതുന്ന ഫുള്ളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഈ വർക്ക് ഒന്ന് തീർത്തിട്ട് നമുക്ക് കാണാം. ഞാൻ വർക്ക് തീർത്തിട്ട് ലാസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. നമുക്ക്
നമുക്ക് തുടങ്ങാം. എഴുതുന്ന ഏത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളൊക്കെ പറയില്ലേ, അതുപോലെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങും. എന്തിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതറിയത്, ഇത് എഴുതിക്കോളോ അവല്ലേ, എനിക്ക് ഇനി ചാട്ടെടുത്ത് വരയ്ക്കാൻ വയ്യ, കർത്താവെ ഭിന്നിച്ചേക്കണേ എന്നാ പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. പൊന്നുകരമോ ഒരു നാളിലും കുറുകിട്ടില്ല, എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല, എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും. അപ്പോൾ ഗൈസ്, ഇരുന്ന് നിന്നുമൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വേണ്ട ഒരബദ്ധം പറ്റി കേട്ടോ. പക്ഷേ ഞാൻ ഈ ജൂണിൽ കുറച്ച് കൂടുതൽ സ്പേസ് എടുത്തിട്ട് ബാക്കിയെല്ലാം കുറച്ച് സ്പേസിൽ എഴുതേണ്ടി വന്നു. ആദ്യമേ ഞാൻ പ്ലാൻ ചെയ്തില്ല, അങ്ങനെ പറ്റിപ്പോയത്. അപ്പോൾ ഇനി ബാക്കിയും കൂടെ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം തീരാറായി കേട്ടോ. ഇനിയിപ്പോൾ തന്നെ ഈ ഒറ്റ സൈഡും കൂടെ, ഈ ഒരു പോർഷനും കൂടെ ഉള്ളു എഴുതാൻ. ഈ ഒരു സൈഡും കൂടെ ഉള്ളു, കുറച്ചേ ഉള്ളൂ കേട്ടോ ഇനി എഴുതാൻ. അപ്പോൾ ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് റെസ്റ്റൊന്നുമില്ല. ഞാൻ വിചാരിച്ചൊന്ന് കുറേ നേരം ഇരുന്നിട്ട് ഇനി ഭയങ്കര ബാക്ക് പെയിൻ. ഇനി നമുക്ക് ക്ലീൻ ചെയ്യൽ പരിപാടിയിലോട്ട് കിടക്കാം. തൂത്തിട്ടൊന്നുമില്ല രാവിലെ, ജസ്റ്റ് അടുക്കള മാത്രം ഒന്ന് നീറ്റ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ആക്കിയിട്ട് വേണോ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് എഴുതി ബോറടിക്കുന്ന ഡേയ്സ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വീടൊക്കെ തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോഴേ ഞാൻ തൂത്തിട്ട് ഈ തൂക്കുന്ന കൂടത്തിൽ തന്നെ ചിലന്തി വല ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് അടിക്കും കേട്ടോ. പിന്നെ നമുക്കതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം തൂക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പൊടിയുണ്ട്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ വൈറ്റ് വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം കണ്ടോ ആ പൊടി ഇങ്ങനെ നമുക്കിവിടെ തൊടാൻ പറ്റത്തില്ല കേട്ടോ. ആ പെയിൻറ്റ് ഇങ്ങനെ കണ്ടോ കാണാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ പൊടിഞ്ഞു വീഴും പെട്ടെന്ന്. അവിടെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വീട് വെച്ചിട്ട് അത് നല്ല രീതിയിൽ പണിഞ്ഞ് കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം കതവും ജനലും എല്ലാം പോയിരിക്കുക. അപ്പം എന്താ പറയുക, വീട് പണിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ആണെങ്കിൽ ജനലും എല്ലാം എവിടെ നോക്കിയാലും ഇവരുടെ കളിപ്പാട്ടമാണ് കേട്ടോ, പിള്ളേരുടെ. നല്ല പൊടിയുണ്ട് ഇവിടെ. വീട് റോഡ് സൈഡിലായതുകൊണ്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ ഇവിടെ. പെട്ടെന്ന് തൂത്തൊക്കെ ഒന്ന് വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നും ഇല്ല. അത് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഉള്ളൂ ഡീപ്പ് ക്ലീനിങ് ഒക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രെയർ നടത്തിയപ്പോൾ എല്ലാം തോത്ത് അടച്ച് വൃത്തിയാക്കി ഇട്ടേക്കുന്നുണ്ട്. ഭയങ്കര ഒരു ക്ലീനിങ് ഒന്നും ഇല്ല. ഇനി എനിക്ക് എഴുതാൻ പോകണം. അപ്പം തന്നെ സമയം 1 മണിയായി കേട്ടോ. 10:30 ആയപ്പോൾ എഴുതായിരുന്നതാണ്. എന്നിട്ട് ഇപ്പോഴാണ് എഴുത്ത് തീർന്നില്ല എന്നിട്ട്. ഓക്കെ, അപ്പോൾ തന്നെ എൻ്റെ ജോഷ്യം മോനാണെങ്കിൽ കുറേ തുണിയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇയാൾക്ക് ബോറടിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തുണി മടക്കി വെക്കാൻ. അപ്പോൾ നന്നായിട്ട് തുണിയൊക്കെ മടക്കി വെക്കും കേട്ടോ. ഇവിടെ ഓരോരുത്തരുടെയും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കും. അങ്ങനെ എന്താ പറയുന്നത്, അവൻ്റെ ഡ്യൂട്ടിയാണ് തുണി മടക്കി വെക്കുന്നത്.
കൃത്യമായിട്ട് ചെയ്യും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് തുണി മടക്കിയൊക്കെ. എന്നിട്ട് മടക്കി ഇങ്ങനെ വെച്ചേക്കും. ഇതിപ്പോൾ ഞാൻ എടുത്തു വെക്കാഞ്ഞതിൻ്റെ കാര്യം, ഹസ്ബൻഡ് വരുമ്പോൾ പപ്പ വരുമ്പോൾ അവന് പപ്പയെ കാണിക്കണം എന്ന് പറഞ്ഞു തുണി മടക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അവനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചാലേ അവന് ഭയങ്കര സന്തോഷമാകത്തുള്ളൂ. അപ്പം പപ്പ വന്ന് മോനെ സൂപ്പറാടാ, അടിപൊളിയാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവന് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ പിന്നെ രാത്രി ഹസ്ബൻഡ് വന്നപ്പോൾ തന്നെ 9 മണിയായി. പിന്നെ കഴിക്കാനൊക്കെ അങ്ങനെ പോയപ്പോഴത്തേക്ക് പിന്നെ ഇത് എടുത്ത് വെക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ എഴുതാനൊക്കെ പോയി. അപ്പോൾ ഇനി ഇത് തുണിയൊക്കെ എടുത്ത് വെക്കണം. കുറച്ച് തുണി കൂടെ ഒക്കെ മടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഒരുവിധം ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പരിപാടി, നന്നായിട്ട് വിശക്കുന്നുണ്ട് എനിക്ക്. അപ്പോൾ നന്നായിട്ട് ഫ്രഷ് ആയതിന് ശേഷം ഫുഡ് കഴിക്കണം. പിന്നെന്താ, പിന്നെയും കുറച്ച് ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് എഴുത്തൊന്ന് നിർത്തി വെച്ചാൽ കേട്ടോ. പിന്നെ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. മോന് വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം. അവനൊരു 3:30 ആകുമ്പോൾ വരും കേട്ടോ. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ടൈമില്ല. ആകെ ഇനി ഒരു 1.5 മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഇനി വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, ലവ് യു ഓൾ.